ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം എന്തൊക്കെ എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞാനും മക്കൾ സുഖമായിരിക്കണം. അപ്പം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലേൽ കണ്ട പോലെ തന്നെ നനച്ചുള്ളി പണി കേട്ടോ. റമദാനൊക്കെ അല്ലേ വരുന്നത്, അപ്പോൾ ഓരോ ഭാഗങ്ങൾ ഇങ്ങനെ ക്ലിയറാക്കി എടുക്കുക കേട്ടോ. അപ്പം ഇന്നേ വിചാരിച്ചു എന്താണെന്ന് സ്കൂളൊന്നും ഇല്ല, രണ്ടാം ശനി ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇതും ഉണ്ട്. ഹെസമോളെന്നുണ്ടെങ്കിൽ നല്ല കളിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ രാവിലത്തെ ഭക്ഷണവും ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടാട്ടോ ഞാൻ ഈ ഒരു ജോലിക്കൊക്കെ നിൽക്കണത്. ഇന്ന് രണ്ടാം ശനി ആയതുകൊണ്ട് തന്നെ സ്കൂളൊന്നും ഇല്ലല്ലോ, ഇതൊക്കെ വീട്ടിലുണ്ട് കേട്ടോ. അപ്പം ഞാൻ നോക്കുമ്പോൾ ഉണ്ട് സിറ്റ് ഔട്ടിൽ നല്ല ചളി, നല്ല പൊടി കേട്ടോ. ചാരുപടിമൊക്കെ നല്ല പൊടിയുണ്ട്. അപ്പോൾ കുട്ടികൾ പന്ത് കളിച്ചിട്ട് പൊടി തെറിച്ചതാട്ടോ നല്ലോണം. അപ്പം ഞാനിന്ന് സിറ്റ് ഔട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ആക്കുക കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ അടിച്ചു വരലൊക്കെ കഴിഞ്ഞിട്ടാണ്. അപ്പോൾ അതിന് തുടക്കൽ മാത്രമുള്ളൂ ഇതിൽ ഉൾപ്പെടുത്തിയിട്ട്. അപ്പോൾ കുറച്ച് ബക്കറ്റിൽ വെള്ളം കൊടു നോക്കണം. അപ്പോൾ അത് നല്ലോണം വെള്ളത്തോടുക്കനെ തന്നെ നല്ലോണം ചാരുപടിയൊക്കെ തുടക്കുക കേട്ടോ. റമദാനിന് ഇനി അധികമൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഓരോ ഭാഗങ്ങൾ ക്ലീൻ ആക്കണം എന്ന് ഞാൻ വിചാരിച്ചതാട്ടോ. അപ്പം ഇന്ന് സിറ്റ് ഔട്ട് നോക്കുന്ന സമയത്ത് സിറ്റ് ഔട്ട് മാത്രമല്ല, മുൻപിലെ ചുമരും കാര്യങ്ങളൊക്കെ കുട്ടികൾ പന്തളിച്ചിട്ട് ചളി ഉണ്ടാവും ചിലപ്പോൾ. കുറച്ച് മുന്നേ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചളിയൊക്കെ തെറിച്ചിക്കണം, നല്ലോണം ചളി തെറിച്ചിക്കണം. അപ്പോൾ ഞാൻ അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കണം. എപ്പോഴും വിചാരിക്കും ചുമരൊന്ന് ക്ലീൻ ആക്കണം എന്നുള്ളത്, പക്ഷേ ഇതുവരെ അതിന് കൂടിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ നോക്കുന്ന സമയത്ത് കുട്ടികൾ എന്തോ ഒരു വീഡിയോസും കാര്യങ്ങളും എടുക്കാൻ വേണ്ടി നോക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നിറച്ച് ചളി. അപ്പോഴത് ശ്രദ്ധിക്കണ കാര്യമായിട്ട്. എനിക്ക് ക്ലീനിങ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് പലമ്പായി കടന്ന് എന്തെങ്കിലും അത് ക്ലീൻ ആക്കിയിട്ടുള്ള വൃത്തിയും കാര്യങ്ങളും കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ അത് കുറച്ച് നേരത്തേക്ക് എപ്പോഴും അത് അങ്ങനെ തന്നെ കിടക്കണം. മാത്രമല്ല, നമ്മൾ തുടച്ചെടുത്തതിന് ശേഷം ആരെങ്കിലും ചളിയാക്കണമെന്നുണ്ടെങ്കിൽ ആരാ ചളിയാക്കണത് ഓലെ കൊണ്ട് ഇതിനെ തുടപ്പിച്ചിട്ടോ. ചെറിയ കുട്ടികളെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയുക തുടക്കിട്ടോ എന്നുള്ളത് പറയും. കാരണം നമ്മൾ തുടച്ച് കയ്യിലെടുത്തിട്ടുള്ളൂ ഉണ്ടാക്കുക. അപ്പോൾ ചളിയും കാര്യങ്ങളാക്കുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം കേട്ടോ അതൊക്കെ കാണുന്നത്. പിന്നെ ഇപ്പോൾ ഇവിടെ ചളിയാക്കാൻ കൂടുതൽ കുട്ടികളോ കൂടുതൽ ആൾക്കാരൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണോ അത് അതേപോലെ തന്നെ കിടക്കും കേട്ടോ. കൂടുതൽ ചളിയാക്കാനൊന്നും ആരും ഉണ്ടാവില്ല. സിറ്റ് ഔട്ടിൽ ചാരുപടി മെയിൻ അധികം ക്ലീൻ ആക്കലുണ്ട് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ ഡ്രസ്സൊക്കെ ഞാൻ ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇവിടെ ഇടലുണ്ട്. അതുകൊണ്ട് തന്നെ എപ്പോഴും അവിടെ ഞാൻ ക്ലീൻ ആക്കലുണ്ട്. പക്ഷെ ഇന്ന് അധികം കേട്ടോ. കാരണം നല്ല മക്കളെല്ലാവരും പാടെ അവൻ്റെ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ പാടെ കളിച്ചിരിക്കണം. അപ്പോൾ നല്ലോണം പൊടി, ഇപ്പോഴത്തെ കാലാവസ്ഥ അങ്ങനെയാണല്ലോ, കാറ്റും പൊടിയും അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ ഒരുവിധം തുടക്കലൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോൾ നിലം തുടക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഇതിൻ്റെ മുന്നേ ഒരു വട്ടം തുടച്ച് വെച്ചുക്കണു. കാരണം വെള്ളത്തോടുക്കന് നിലം നല്ലോണം തുടച്ചുക്കണു കേട്ടോ. അപ്പം തന്നെ ക്ലീനാണ്. പിന്നെ തുടപ്പൊന്ന് മുറുക്കി പീനിട്ട് നല്ല തുടക്കുക കേട്ടോ. അപ്പോൾ പിന്നെ 2 പ്രാവശ്യമായിട്ട് തുടച്ച് കഴിഞ്ഞാൽ കൂടുതൽ നമുക്ക് റിസ്ക് എടുക്കേണ്ടി വരുമല്ലോ. ഒന്ന് നല്ല വെള്ളം ഞാൻ ഇതാക്കും. പിന്നെ രണ്ടാമത്തേലാണ് ഞാൻ ശരിക്കും തുടച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ക്ലീൻ ആക്കിയതിന് ശേഷമുള്ള സിറ്റ് ഔട്ട് കേട്ടോ അപ്പോൾ കാണുന്നത്. പിന്നീട് ഞാൻ പോയത് ചുമരുമത്തെ ചളി കളയാൻ വേണ്ടിയിട്ടാട്ടോ. അപ്പം നിങ്ങൾക്ക് കണ്ടാൽ അറിയാം, അത്യാവശ്യം നല്ല ചളി ഉണ്ട്. പിന്നെ ചളി ഉണ്ടായ സമയത്ത് പന്തളിച്ചിട്ടാട്ടോ അപ്പോൾ അതിങ്ങനെ കാണുന്നത് ഓരോ ഡോട്ടായിട്ട്. ക്യാമറയിൽ അധികം കാണില്ല, പക്ഷെ നേരിട്ട് നല്ലോണം ചളി ഉണ്ട് കേട്ടോ. ഞാൻ വെള്ളവും സർഫും ഇട്ടിട്ടോ. സർഫ് പക്ഷെ എനിക്ക് പറ്റുന്നുണ്ടാവില്ല. പക്ഷെ ഞാൻ ഇനി പെയിൻ്റേ പോരുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ഒന്നും പറ്റിയില്ല. എന്താണെന്നുണ്ടെങ്കിലും പെട്ടെന്ന് ചളിയൊക്കെ നല്ലോണം പോകുന്നു കേട്ടോ. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഇസുൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. എല്ലാത്തിനും ഓൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പോൾ ഓന് എന്നോട് പറഞ്ഞു ഞാൻ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് പിന്നെ ഓൻ അവിടെ ഇരുത്തിക്കുക കേട്ടോ. പക്ഷെ എന്നാലും പറഞ്ഞതേക്കാതെ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. ഓനിങ്ങനെ ഞാൻ ചെയ്യണ കാണുമ്പോൾ ഓനക്കത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹെസമോള് നല്ല കളിയില്ല കേട്ടോ. ഞാൻ അവളോട് എൻ്റെ അടുത്തേക്ക് വരരുതേന്ന് പറഞ്ഞിട്ട് കുറച്ച് വിട്ടുപോയി കളിച്ചാൽ പറഞ്ഞിരിക്കണം. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ കളിക്കും. അതേപോലെ തന്നെ ഞാൻ എന്താ ചെയ്യണത് അതേപോലെ ചെയ്യാനാണ് അവൾ ശ്രമിക്കുക. അപ്പം പിന്നെ ആകെ വെള്ളമായിരിക്കും എല്ലാവരുടെ. എൻ്റെ മേത്ത് തന്നെ അറച്ച് ചളിയായിട്ടുണ്ടാവും. അപ്പം ഇനി ഓൾഡുമാടെ മേത്ത് ചളി ആവണ്ടല്ലോ വിചാരിച്ചിട്ട് ഞാൻ 2 ആളെ മാറ്റി നിർത്തിയേക്കാണ്. പക്ഷേ ഇസുൻ്റെ കൂടെ തന്നെ ഉണ്ട്.
അങ്ങനെ ഒരുവിധം ചുമരിൻ്റെ ഒക്കെ ചളിയൊക്കെ കളഞ്ഞു. പിന്നെ നോക്കുമ്പോൾ മറ്റേ സൈഡിലും ഉണ്ട് ചളിയും കാര്യങ്ങളും കേട്ടോ. അപ്പോൾ ഇത് എത്ര നോക്കിയിട്ടും പോണില്ല. അപ്പോൾ എന്ത് ചെയ്തിട്ടും ഈ ഒരു ചളി പോണില്ല കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ വെറുതെ അങ്ങോട്ട് ഇതാക്കിയെന്നല്ലാതെ പോയത് കണ്ടില്ല, പോയതില്ല സത്യത്തിൽ. ഇവിടെ ഈ ചളിയൊക്കെ എപ്പോഴാവണമെന്നുള്ളത് അറിയാൻ പറ്റണില്ല കേട്ടോ. ഇവിടെയൊക്കെ ചളി ആവണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണിതെന്നുള്ളത് മനസ്സിലാവണില്ല. പിന്നെ ഞങ്ങൾ വീണ്ടും ഫ്രണ്ടിൽ തന്നെ വന്നു കേട്ടോ. അവിടെ കുറച്ചും കൂടി ചളി ഉണ്ടായിരുന്നു. കുറച്ച് കഴിഞ്ഞ് നോക്കുമ്പോഴാണ് പിന്നെ ചളിയും കൂടുതലുണ്ടെന്ന് മനസ്സിലായി. അപ്പോൾ വീണ്ടും എൻ്റെ കൂടെ ഇസുണ്ട് കേട്ടോ. ഓന് ഏതായാലും എന്നെ കുളിപ്പിച്ച് ഉള്ളിൽ കയറ്റണം വിചാരിച്ചിട്ടാണ്. അപ്പം എന്നാൽ ചെയ്തോട്ടെ എന്ന് ഞാനും വിചാരിച്ചു. അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ കേട്ടോ. ഒരിക്കലും വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടോ, ലൈക്ക് ചെയ്യുന്നുണ്ടോ, കമൻറ്റ് ചെയ്യുന്നുണ്ടോ. ഓക്കെ ബൈ.